സിമ്പിളായിട്ട് ഓട്ടോകാഡിലൊരു പ്ലാൻ വരയ്ക്കാം. ഓട്ടോകാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ എടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ന്യൂ കൊടുക്കുക, അതിൽ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പുതിയ പേജിൽ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യണം. ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UN എൻ്റർ അടിക്കുക. അത് മില്ലിമീറ്ററിലൊക്കെ ആയിട്ടാവും കിടക്കുന്നത്, നമ്മൾ സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ UN എൻ്റർ. അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മില്ലിമീറ്റർ എന്നുള്ളത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്കാക്കണം. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ വരയ്ക്കാൻ ലൈന് വേണം. ലൈന് ഇവിടെ പോയിട്ട് ഈ ബോക്സിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് L എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വരും. മൗസ് പിടിച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വരും. ഇത് സ്ട്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ F8 ആണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മളിവിടെ പ്ലാൻ വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 360 കൊടുക്കുന്നതെങ്കിൽ വാല്യൂ കൊടുക്കുക, അതിനുശേഷം എൻ്റർ കൊടുക്കുക. താഴോട്ടും അതേപോലെ വരയ്ക്കുക, വാല്യൂ കൊടുക്കുക, എൻ്റർ, വാല്യൂ, എൻ്റർ. ഇത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും എൻ്റർ നോക്കുക. ഇനി നമുക്ക് വാൾ തിക്നെസ് ആണ് കൊടുക്കേണ്ടത്. വാൾ തിക്നെസ് കൊടുക്കാൻ, വാൾ തിക്നെസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്ററിലാണ് വാൾ തിക്നെസ് കൊടുക്കുന്നത്. അതിന് ഓഫ്സെറ്റ് എടുക്കണം. ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് O എൻ്റർ പ്രസ് ചെയ്യുക, അതിനുശേഷം വാല്യൂ കൊടുക്കുക 24 എൻ്റർ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു ബോക്സ് വരും. ഈ ബോക്സിൽ ഈ ലൈന് പിടിച്ചിട്ട് പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഉള്ളിൽ ഓൾറെഡി മെഷർമെൻറ്റ് എടുത്തതാണല്ലോ, അപ്പോൾ പുറത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് അടിക്കുക. ഇനി ഈ മൂലകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ലറ്റ് കൊടുക്കണം. ഫില്ലറ്റ് കൊടുക്കുമ്പോൾ F എൻ്റർ. ഇതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി. ഇനി നെക്സ്റ്റ് ഇതും കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എൻ്റർ കൊടുക്കുക, വീണ്ടും എൻ്റർ കൊടുക്കുക. നമുക്കൊരു ഹാളായി കിട്ടി. ഇനി നമുക്കിവിടെ ഒരു ബെഡ്റൂമും കൂടി വേണം. വീണ്ടും അതേ മെത്തേഡിന് യൂസ് ചെയ്യുക. ലൈൻ എടുത്ത് വരയ്ക്കുക, L എൻ്റർ, വാല്യൂ കൊടുക്കുക, ഓഫ്സെറ്റ് കൊടുക്കുക 24. വീണ്ടും ഫില്ലറ്റ് യൂസ് ചെയ്യുക, F എൻ്റർ, ഓക്കെ. ഇനി നമുക്ക് ഒരു കിച്ചണാണ് വേണ്ടത്. കിച്ചൺ നമുക്ക് ഈ സൈഡിൽ കൊടുക്കാം. കിച്ചൺ ഇവിടെ തന്നെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് വരയ്ക്കാം. O എൻ്റർ കൊടുക്കാം, 300 വാല്യൂ കൊടുക്കാം, എൻ്റർ. വാൾ തിക്നെസ്. ഇനി ഫില്ലറ്റ് എടുത്തിട്ട് ക്ലോസ് ചെയ്യാം, F എൻ്റർ. ഓക്കെ. അതിനുശേഷം നമുക്ക് ഒരു സിറ്റ് ഔട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കൊടുക്കാൻ ഇതൊക്കെ ട്രിം ചെയ്ത് കളയണം. നമുക്ക് ഇതൊക്കെ എറൈസ് ചെയ്ത് കളയാൻ ട്രിമ്മാണ് യൂസ് ചെയ്യുന്നത്. TR എൻ്റർ, ഡബിൾ എൻ്റർ കൊടുക്കണേ.
ഓക്കെ. ഇനി ഇതിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ ലൈൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടും. നമുക്ക് ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്തിട്ട് സിറ്റ് ഔട്ട് വരയ്ക്കാവുന്നതാണ്. ഓ എൻ്റർ 100 എടുത്ത് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓ എൻ്റർ വാൾ തിക്നെസ് 120. ഒന്നുകൂടി ഇനി നമ്മൾ വാൾ തിക്നെസ് വരയ്ക്കുക. ഫില്ലറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ട്രിം ചെയ്ത് കളയാൻ TR ഡബിൾ എൻ്റർ. ഓക്കെ, നമുക്കിവിടെ ഒരു ബാത്റൂമും കൊടുക്കാം. ഓ എൻ്റർ 150 എൻ്റർ വാൾ തിക്നെസ് 20. ഓക്കെ, ഒരു ബാത്റൂമും കൂടി ആയിട്ടുണ്ട്. നമുക്കിവിടെ പോർച്ച് വേണമെങ്കിൽ പോർച്ചും കൊടുക്കാം. പോർച്ച് 360. ഫില്ലറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പില്ലറിന് ഇവിടെ ബോക്സ് ഇവിടെ കിട്ടുന്നുണ്ട്. റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുക. ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ കിട്ടും. ഇത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് CO എൻ്റർ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റും. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൽ ഈ ലൈനൊക്കെ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കണം. ഡോട്ടഡ് ലൈന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻസിൽ ബൈ ലെയറിൽ കൊടുത്തിട്ടുണ്ടാവും. അതർ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് ലോഡ് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുക. വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ബൈ ലെയർ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ടഡ് ലൈൻ കിട്ടും. ഓക്കെ, വീണ്ടും അത് മാറ്റി കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഫുള്ള് അങ്ങനെ ആയിപ്പോവും. ഇനി നമുക്കിവിടെ ഡോറിൻ്റെ ഇത് കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് തന്നെ നമുക്ക് ഡോറ് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ്സെറ്റ് ചെയ്യാം. ഡോറിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ളത് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ ബെഡ്റൂമിനും കൊടുക്കുക. ലൈൻ എടുക്കുക. 90 അല്ലേ, മേലേക്ക് വരയ്ക്കുക. ബാക്കിയുള്ളത് ട്രിം ചെയ്ത് കളയാം. ബാത്റൂമിൻ്റെ ഡോറ് സൈസ് 80 വരുന്നത്. ഓക്കെ, കിച്ചൺ. നമ്മൾ കിച്ചൻ്റെ സ്ലാബ് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു 60-ൽ ഓഫ്സെറ്റ് ചെയ്യാണ്. സ്ലാബ് ഫില്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. സ്ലാബ് വരച്ചു. നമ്മൾ വിൻഡോയും
വെൻറ്റിലേറ്ററും യൂസ് ചെയ്യുക. ലൈൻ എടുത്ത് വരയ്ക്കുക. നമ്മൾ 150 3 കള്ളി വിൻഡോ ആണ് കൊടുക്കുന്നത്. 150 വരയ്ക്കാം. വാൾ തിക്നെസ് 24, 150, വാൾ തിക്നെസ് 24. നമ്മൾ ഓരോ വിൻഡോൻ്റെ അളവ് കൊടുത്ത് ഓഫ്സെറ്റ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈനൊക്കെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചാൽ മതി. CO എൻ്റർ. എന്നിട്ട് ഈ പിക്ചറിനെ സെലക്ട് ചെയ്യുക, പിടിച്ച് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൊടുന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വിൻഡോ കഴിഞ്ഞു. ഇനി നമുക്ക് വെൻറ്റിലേറ്റർ കൊടുക്കണ്ടേ ബാത്റൂമിന്. അതേ മെത്തേഡ് തന്നെയാണ്. ഇത് വരയ്ക്കുക. 60 വാൾ തിക്നെസ്. നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ M എൻ്റർ അടിച്ചാൽ മതി. നമുക്ക് വേറെ എവിടെയും യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് വരച്ചേ. TR കൊടുത്ത് ഇവിടെ ട്രിം ചെയ്ത് കളയുക. അപ്പോൾ നമുക്കൊരു പ്ലാൻ ആയില്ലേ. ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കണമെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയമെൻഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.